സാർ എനിക്ക് സാലറി ഹൈക്ക് വേണം. സാലറി ഹൈക്കോ? അതിന് താന് എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്? ഞാൻ സാർ ഒരു 10 ദിവസമായി വന്നിട്ട്. 10 ദിവസം. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സാലറി കൂട്ടി തരണ്ടേ? സാർ ഞാൻ എല്ലാ ദിവസവും നേരത്തെ വരും, അതേപോലെ ഞാൻ നേരത്തെ പോകും. കൃത്യം 1 മണിക്ക് തന്നെ ലഞ്ച് ബ്രേക്ക് എടുക്കും, 4 മണിക്ക് തന്നെ ടീ ബ്രേക്ക് എടുക്കും. അതേപോലെ സാർ ഈ 10 ദിവസത്തിനിടയ്ക്ക് ഞാൻ 4 ദിവസം കൃത്യമായിട്ട് ലീവ് എടുത്തിട്ടുണ്ട് നമ്മുടെ കമ്പനി പോളിസി റൂൾസ് അനുസരിച്ച്. ഓ ആണല്ലേ. കമ്പനിക്ക് സാലറി ഹൈക്ക് തരണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പ്രിൻസിപ്പിൾസും ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്യണതാണ്. അതിനെക്കുറിച്ച് വല്ലതും അറിയോ? സാർ ഈ പ്രിൻസിപ്പളിനെ കൊണ്ടുവന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് സാർ. അയാളൊരു കാലമാണെന്നായിരുന്നു ഒരു ജോസ് സാർ. എന്ത്? അല്ല 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പ്രിൻസിപ്പൾ അതല്ലേ? ആ പ്രിൻസിപ്പിൾ അല്ല നമ്മുടെ ഓർഗനൈസേഷനിലെ പ്രിൻസിപ്പിൾസ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ദ ഗൈഡിംഗ് റൂൾസ് ഓഫ് ലോസ് ഫോർ മാനേജ്മെന്റ് ആക്ഷൻ. ഓ ഇമ്പോസിഷൻ എഴുതി നന്നായി. ഇതിനെക്കുറിച്ചൊക്കെ വല്ലതും അറിയോ? അറിഞ്ഞില്ലെങ്കിൽ കൃത്യമായിട്ട് പഠിക്കണം. പഠിക്കും സാർ. ഏത് ഡിപ്പാർട്ട്മെന്റിൽ? HR. HR ഡിപ്പാർട്ട്മെന്റ് അല്ലേ? അല്ല തനിക്ക് എത്ര പെർസെൻറ്റേജ് ആണ് സാലറി ഹൈക്ക് വേണ്ടത്? സാർ ഞാൻ ഒരു 10 ദിവസമായി വന്നിട്ട്, അതുകൊണ്ട് എനിക്കൊരു 10% ഹൈക്ക് മതി, അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ. 10% അല്ലേ? ആദ്യം താൻ പോയിട്ട് കമ്പനിയുടെ പ്രിൻസിപ്പിൾസും റൂൾസ് ഒക്കെ എടുത്ത് വായിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഈ സാലറി ഹൈക്കിനെ കുറിച്ചൊക്കെ. പഠിക്കാം സാർ. പിന്നെ താൻ നേരത്തെ ഒരു പ്രിൻസിപ്പളിന്റെ കാര്യം പറഞ്ഞല്ലേ, ജോസ് സാർ. ആ പുള്ളിക്കാരനെ എൻ്റെ അച്ഛനാണ് കേട്ടോ. എനിക്ക് അങ്ങനെ എന്തി പറഞ്ഞോ? അല്ല സാർ, അടുത്ത വർഷം വരാന്ന്. ഓക്കെ താങ്ക് യു. ഓക്കെ നെക്സ്റ്റ്. അല്ല ഇനി തനിക്ക് എന്താണ് വേണ്ടേ? സാർ ഇവിടെ എന്തോ സാലറി ഹൈക്ക് ഉണ്ടെന്ന് കേട്ടു. ഉണ്ട്. താൻ എന്നാ ജോയിൻ ചെയ്തേ? ഞാൻ ഇന്ന് ജോയിൻ ചെയ്തോളൂ. ഇന്നോ?